മലബാറിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർ, സഞ്ചാരികൾ, ഇവർക്കൊക്കെ ഏറെ ഇഷ്ടമാണ് കോഴിക്കോട് ബീച്ച്. ടൗണിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ടൗണിൽ വന്നാൽ മിക്കവരും കോഴിക്കോട് ബീച്ചിൽ വന്ന് പോകാറുണ്ട്. ബീച്ചിന്റെ മറുവശത്ത് നഗരവും നഗര കാഴ്ചകളും ബീച്ചുമായി ബീച്ചിൽ നിറയെ സഞ്ചാരികളുമായി. സഞ്ചാരികളുടെ തിരക്കില്ലാതെ തന്നെ കോഴിക്കോട് നിന്ന് 7 കിലോമീറ്റർ ദൂരെ ബേപ്പൂർ റോഡ് പയ്യാനക്കൽ കൂടി പോയാൽ ബോധീശ്വരം ബീച്ച് കാണാം. ഇപ്പോൾ ഈ കാണുന്നതിന്റെ ദൂരെയായി കാണുന്ന ആ മുനമ്പ് ബേപ്പൂർ മുനമ്പാണ്. മഴ കൊണ്ടാകാം ഇന്നിവിടെ സഞ്ചാരികൾ കുറവാണ്. എങ്കിലും ഈ ബീച്ചിന് ഒരു പ്രത്യേകത, ബീച്ചും മറുവശം ഒരു ഗ്രാമീണതയാണ്. ഒരു ഗ്രാമീണ മേഖലയെ മറുവശത്തും മറുതീരത്ത് കടലും ഉള്ള ഒരു കാഴ്ച. ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. കുടുംബപരമായ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ ഏറെ സമയം ചെലവഴിക്കുന്ന ഒരു ആരും അറിയപ്പെടാത്തൊരു ബീച്ചാണ് ഒഡീശ്വരത്ത് നിന്ന് 3 കിലോമീറ്റർ വിട്ടാൽ ബേപ്പൂർ ബോട്ട് കെട്ടി സഞ്ചാരികൾക്ക് അതുവഴി തന്നെ കോഴിക്കോടേക്ക് പോകാൻ അവിടെ നിന്നും റോഡ് മാർഗം എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ഗ്രാമീണതയെ പിടിച്ചു നിൽക്കുന്ന റെസ്റ്റോറന്റുകളും കളിസ്ഥലങ്ങളും ഒക്കെ ധാരാളമായിട്ട് കുട്ടികൾക്ക് ഏറെ സന്തോഷമാകും ഈ കളിക്കളങ്ങളും ഈ കടലും. ലഘുഭക്ഷണം, ചെറിയ ടീ ഷോപ്പ് ഒക്കെ ഇവിടെയുണ്ട്. കുട്ടികളുടെ കളിസ്ഥലമാണ് ഇവിടെ. മഴക്കാലം തുടങ്ങിയതുകൊണ്ടാകാം കുട്ടികളെ ഇങ്ങോട്ട് വീട്ടിൽ നിന്നും മാതാപിതാക്കൾ വീട്ടിലായിരിക്കാം. അതാണ് ഇപ്പൊ ശൂന്യം. പക്ഷെ കളിക്കാൻ ഇവിടെ വേറെ മറ്റു കൂട്ടുകാരുണ്ട്. നല്ല പോത്തുകുട്ടൻ, കാക്ക, കൊക്ക് ഇതൊക്കെയായി കുട്ടികളുടെ കളിസ്ഥലം കയ്യേറിയിരിക്കുകയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും ഈ കളിസ്ഥലത്തിന്റെ ഒക്കെ രൂപഭാവം നിങ്ങൾക്ക് മാറിക്കാണാം. കാരണം ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ യൂസഫ് അലി സാറിന്റെ സഹായത്തോടു കൂടിയാണെന്ന് പറയപ്പെടുന്നു ചിൽഡ്രൻസ് പാർക്ക് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഗ്രാമീണത തുടിച്ചു നിൽക്കുന്ന ഒരു ബീച്ചായിട്ട് ഒഡീശ്വരം ബീച്ച് ഉയർച്ചപ്പെടും. ഒപ്പം തന്നെ തൊട്ടടുത്തായി ബേപ്പൂർ ഹാർബറും ഒക്കെ കാണികളുടെ ഇഷ്ടക്കാഴ്ചകളായ കാഴ്ചകൾ അതും ചേർന്ന് ഉണ്ടാകും. അങ്ങനെ അറിയപ്പെടാത്ത ഈ ബീച്ച് അടുത്ത വർഷത്തോടു കൂടി ഒരു പുനർജീവൻ ഉണ്ടാകും. ഒരു ഫാമിലിയായി വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ബീച്ചാണ് ഒഡീശ്വരം ബീച്ച്. കടലമ്മ എല്ലാവരും മതിവരാതെ നോക്കിക്കാണുന്ന എല്ലാവരുടെയും അമ്മ. ലോകത്തിലെ കടലിലുള്ളവരുടെയും കടലിന് പുറത്തുള്ളവരുടെയും സംരക്ഷിക്കുകയും അവർക്ക് ഭക്ഷണമേകുകയും ഒക്കെ ചെയ്യുന്ന കടലമ്മ ഇല്ലേ? കടലുകൊണ്ട് ജീവിക്കുന്ന യുവജാലങ്ങളിൽ മനുഷ്യരും കരയും ഒക്കെ കടലിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ മനോഹാരിതയുടെ മുന്നിൽ, ആ മാതൃത്വത്തിന്റെ മുന്നിൽ നമ്മൾ അറിയാതെ കണ്ണു നിൽക്കും. നമുക്ക് സങ്കടം വരുമ്പോഴും അതിൽ നിന്ന് കരകയറാനും
മതിവരാതെ നോക്കി നിൽക്കും കടൽ. മഴക്കാലമായാലും കടലിനെ നോക്കാൻ നിരവധി പേരാണ് ബോധിശ്രമിക്കുന്നവരാണ്. സമയം 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലൈനിലൊക്കെ പൂക്കളും സഞ്ചാരപാതകളും ഒക്കെ ആയിട്ട് അടുത്ത വർഷം വളരെ മനോഹരിയായി ഈ ബീച്ച് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. ഇപ്പോഴും ഇതിന്റെ ഗ്രാമീണതയാണ് ഇതിനെ ഏറെ ആകർഷിക്കുന്നത്. ഒരു ഗ്രാമീണതയുടെ ഒരു വന്യത ഇവിടെ വന്ന് അനുഭവിക്കാൻ കഴിയും. കടൽ മനുഷ്യന്റെ മനമൊക്കെ വരുന്ന കടൽ. നമ്മൾ ഏത് ലോകത്ത് സഞ്ചാരത്തിൽ നമ്മൾ യാത്ര ചെയ്താലും ഒരു കടൽ എവിടെയുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു തോന്നലുണ്ടാവും. അതാണ് കടലിന്റെ പ്രത്യേകത. അതാണ് കടലും മനുഷ്യന്റെ കണ്ണുകളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് കണ്ടുപോകാം. ഓദീശ്വരത്ത് കൂടി തന്നെ ബേപ്പൂർ പോയാൽ ബേപ്പൂർ ഫറൂഖ് റോഡിൽ കൂടി ഹൈവേയിൽ കടക്കാവുന്നതാണ്. കോട്ടയം ബസ് സ്റ്റോപ്പോ മറ്റ് ദൂരെ ഹൈവേയിൽ പോകേണ്ടവർക്ക് അതേ ദൂരം ആ ഹൈവേ വഴി സഞ്ചരിക്കുന്ന ദൂരമേ ഇതുവഴി സഞ്ചരിച്ചാലും ആകുള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മനോഹരമായ ഈ സ്ഥലത്തുകൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് ഉല്ലസിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതിലെ ചാനൽ. ഓക്കെ ഫ്രണ്ട്സ്, കടലമ്മയുടെ മക്കൾ തൊഴി പിന്നീട് നല്ല മലകളൊക്കെ കയറി ചെയ്യുന്ന സ്ഥലമാണ്. വെറുതെ ഒന്നും കടലിന്റെ മക്കളുടെ പണിയായുധങ്ങൾ അവർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. മക്കൾ അവരെ കണ്ടോ, കടൽ ശാന്തമാവും. അമ്മയൊക്കെ തരില്ലേ? ഓ ഒക്കെ തരും. കടൽപ്പണി വളരെ കടൽ ശോഭമായിട്ട് പഠിക്കുന്ന ഭയങ്കര നിങ്ങള് ഇതിപ്പോ ഒരു 7 ലക്ഷം രൂപ നഷ്ടമാണ്. കടലിലുണ്ട് ഒരു പാറ. ആ പാറ കാരണം മലർത്തി കൊണ്ടാണ് പാറ മുറിഞ്ഞു പോകും. പാറ കൂട്ടിട്ടാ പാറ പിടിക്കണം കടയില്. അപ്പൊ ഭയങ്കര പ്രശ്നമാണ്. 6 ലക്ഷത്തിന്റെ അടുത്താവും റിപ്പയർ ചെയ്ത് നിങ്ങള്. ആളുകൾക്ക് പൈസ കൊടുക്കണം. ഈ 25 ലക്ഷം രൂപ ഈ വല ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപ ആകെ. അത് നമ്മള് സ്ഥിരമായിട്ട് പോകുമ്പോ അപ്പൊ അത് ഇന്ന സ്ഥലത്തെ പാറയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അറിയൂ, പക്ഷെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. റൗണ്ട് ചെയ്ത് പിന്നെ കടലെ തിരയിൽ പോയി പെടുകയും ചെയ്യും. പിന്നെ ഫിഷർമാന്റെ കാര്യമില്ലേ, എന്നാണ് പേര്. ഇതാണ് ഫ്രാങ്ക്. ഇപ്പഴാണ് അന്തർഗതിയിലാണ് നമ്മള് എല്ലാ
എല്ലാവരുടെ ഇത് ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അടുത്ത ഭാവിയിലേക്കുള്ള പുസ്തകമേളാണ്. ഇതൊക്കെ ഒരു കൈ കൊണ്ട് അടിക്കണം. ഹായ് ഹായ്